എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് വർഷാരംഭത്തിൽ ഗ്രഹനില അത്ര അനുകൂലമല്ലെങ്കിലും മാർച്ച് 29-ാം തീയതി ശനി ഭഗവാൻ മീനക്കൂറിലേക്ക് മാറുന്നതും മെയ് മാസം വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നതും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ഇപ്പോൾ 7 ശനി നടക്കുന്ന കുംഭക്കൂറുകാർക്ക് 2-ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും. അതേസമയം പണം കൊടുക്കൽ വാങ്ങൽ സംബന്ധമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള പ്രതിഫലവും ലഭിക്കുന്നതാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ മെയ് മാസത്തിന് ശേഷം പുതിയ തൊഴിൽ തുടങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴമാറ്റത്തിന് ശേഷം കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും അധികരിക്കും. 7 ശനി കാലമാണെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരം മൂലം ദുരിതങ്ങൾ വലിയ തോതിൽ ഒഴിവായി പോകുന്നതാണ്. കുടുംബത്തിൽ ഐക്യവും സഹകരണവും ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. തൊഴിൽപരമായി വിജയം പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങളും ഉയർന്ന സ്ഥാനലബ്ധിയും ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. വ്യാപാര വ്യവസായ രംഗത്ത് പുരോഗതി ഉണ്ടാകും. ലാഭം അധികരിക്കും. പുത്രഭാഗ്യം, ധനലാഭം, പുതിയ വീട് വാങ്ങാൻ സാധ്യത, വാഹനഭാഗ്യം, മനസുഖം, കീർത്തി ഇതുപോലെയുള്ള നിരവധി ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. രാഹുകേതു മാറ്റത്തിന് ശേഷം ഉപരിപഠനത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിദേശത്ത് പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. കേതുവിൻ്റെ 7-ാം ഭാവ സഞ്ചാരം അനുകൂലമല്ലെങ്കിലും വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറവായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ മെയ് മാസം മുതലായിരിക്കും കുംഭക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ അധികം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.